ഇതൊരു സീരിയസ് ആയിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് അല്പം മാറി സംസാരിക്കാം. നമ്മൾ ACCA കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ ജോലി സാധ്യത ശരിക്കും കുറയല്ല ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെ ശരിയാവും? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ACCA ചെയ്യുന്നത് 2012 അന്ന് EY അല്ലെങ്കിൽ KPMG പോലെയുള്ള 1-2 കമ്പനീസ് മാത്രമേ ഇന്ത്യയിൽ ACCA കാൻഡിഡേറ്റ്സിന് ഹയർ ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി 100 കണക്കിന് കമ്പനീസ് 1000 ACCA കാൻഡിഡേറ്റ്സിന് ഹയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. ഇതിൽ ACCAയുടെ ഒരു സ്റ്റഡി തന്നെ അനുസരിച്ചിട്ട് ACCAക്ക് ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ഡബിൾ മെമ്പേഴ്സിനെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു കണ്ടെത്തൽ. സോ മാർക്കറ്റ് ഗ്രോയിങ് ആണ്, പുതിയ കമ്പനീസ് വരികയാണ്. 3 ഇപ്പൊ 2 പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. ഇഷ്ടംപോലെ ബിസിനസ് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ACCA കാൻഡിഡേറ്റ്സിന് മാർക്കറ്റിന് കമ്പനീസിന് ആവശ്യമാണ്. അതുമാത്രമല്ല, നമ്മൾ പുതിയ റിപ്പോർട്ടിംഗ് പ്രാക്ടീസുകളാണ് കമ്പനീസ് കൊണ്ടുവരുന്നത്. നമ്മൾ തന്നെ ക്വാളിഫിക്കേഷനിൽ പഠിക്കുന്നതാണ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട്സ്, ഇൻഡിക്കേറ്റർ റിപ്പോർട്ട്സ് പോലെയുള്ള പുതിയ റിപ്പോർട്ടിംഗ് ഇനീഷ്യേറ്റീവ്സ് കമ്പനീസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന റിപ്പോർട്ട്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള സ്കില്ലും എക്സ്പെർട്ടൈസും ACCA കാൻഡിഡേറ്റ്സിനാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്നും കൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കന്നി വേവ് തന്നെ ചെയ്യും. കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക.